ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിനാമകീർത്തനം. ഇങ്ങനെ മായാമോഹങ്ങളിൽപ്പെട്ട് ഈശ്വര ചിന്ത പോലും ഇല്ലാതെ ഈ ലോകത്തിൽ നിന്നും കിട്ടുന്ന താൽക്കാലിക സുഖങ്ങളിൽ ഭ്രമിച്ചു നടക്കുന്ന മനുഷ്യൻ ഏത് നിമിഷം വേണമെങ്കിലും സംഭവിച്ചേക്കാവുന്ന മരണമെന്ന സത്യം തന്നെ പിന്തുടരുന്നുണ്ടെന്ന് ഓർക്കുന്നതേയില്ല. ഇതിനെക്കുറിച്ചാണ് 53-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭക്ഷിപ്പതിന്നു ഗുഹ പോലെ പിളർന്നു മുഖമയ്യോ കൃതാന്തനിഹ പിമ്പേ നടന്നു മമ എത്തുന്നു ദർദുരമുരത്തോടെ പിൻപെയൊരു സർപ്പം കണക്കെ ഹരിനാരായണായ നമ. അയ്യോ, തവളയുടെ പിമ്പെ ചീറിപ്പായുന്ന സർപ്പത്തെപ്പോലെ കാലൻ ഗുഹ പോലുള്ള വായും പിളർന്ന് എന്നെ വിഴുങ്ങുന്നതിന് പിന്നാലെ എത്തുന്നുവല്ലോ ഭഗവാനെ. ഹരിനാരായണ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത്. മരണത്തെക്കുറിച്ചുള്ള സാധാരണ മനുഷ്യരുടെ സങ്കല്പം അതിവിചിത്രമാണ്. ഈ ദേഹമാണ് പരമപ്രധാനം എന്ന് കരുതുന്നവർ ആ ദേഹത്തിന് വേണ്ടി ജീവിക്കുന്നു. പണമാണ് ഏറ്റവും പ്രധാനം എന്ന് കരുതുന്നവർ പണം സമ്പാദിക്കുവാനായി പല വഴികളിലൂടെയും സഞ്ചരിക്കുന്നു. അങ്ങനെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുതരുന്ന സുഖങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ മരണം അടുത്തുവന്നു നിൽപ്പുണ്ടെന്ന് അവരറിയുന്നതേയില്ല. അങ്ങനെയൊന്ന് ഉണ്ടെന്ന് തന്നെ ചിന്തിക്കുന്നില്ല. മരണത്തെക്കുറിച്ച് ഓർക്കുന്നവരാണെങ്കിലോ ചിലർ മരിക്കാതിരിക്കാനുള്ള ഉപായങ്ങൾ തേടുന്നു. ചിലരാണെങ്കിൽ മറ്റുള്ളവരുടെ മരണവാർത്തയൊക്കെ കേൾക്കുമ്പോൾ താനിപ്പോഴൊന്നും മരിക്കില്ല, തനിക്ക് കുറേ കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്, താൻ കുറേ കാലം കൂടി ജീവിച്ചിരിക്കും, എന്നിട്ടേ ഞാൻ മരിക്കുകയുള്ളൂ എന്നെല്ലാം ചിന്തിക്കുന്നു. എന്നാൽ കാലൻ, അതായത് മരണം, നിഴൽ പോലെ ഓരോ മനുഷ്യനെയും പിന്തുടരുന്നുണ്ട് എന്നതാണ് സത്യം. കുന്നുപോലെ ഉണ്ടാക്കി വെച്ച പണം കൊണ്ടോ വലിയ പേരോ പ്രശസ്തിയോ എല്ലാം നേടിവെച്ചത് കൊണ്ടോ കുറേ ഭൂസ്വത്തുക്കൾ കൈവശം വെച്ചതുകൊണ്ടോ ഒന്നുകൊണ്ടും തന്നെ മരണത്തെ തടുക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ കാലൻ പാഞ്ഞു വരുമ്പോൾ തൻ്റേതെന്ന് കരുതുന്ന ഒരു വസ്തുവും ഉപകരിക്കുകയില്ല. മരണം വരുന്ന സമയത്ത് ഒരക്ഷരം ഉരിയാടാൻ പോലും സാധിച്ചെന്ന് വരില്ല. തവളയുടെ പിമ്പെ ചീറിപ്പാഞ്ഞു വരുന്ന പാമ്പിനെ പോലെ ഗുഹ പോലുള്ള വായും പിളർന്ന് കാലൻ പിന്നാലെ എത്തുന്നു. ആ ഓർമ്മ തന്നെ അയ്യോ എന്ന് നിലവിളിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. ആ സമയത്ത് ഈശ്വര ചിന്ത മാത്രമാണ് മനുഷ്യന് അല്പമെങ്കിലും ആശ്വാസകരമാകുന്നത്. നാരായണ, അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. പക്ഷിപ്പതിന്നു ഗുഹ പോലെ പിളർന്നു മുഖമയ്യോ കൃതാന്തനിഹ പിൻപേ നടന്നു മമ എത്തുന്നു ദർദുരമുരത്തോടെ പിൻപെയൊരു സർപ്പം കണക്കെ ഹരിനാരായണായ നമ.